എൻ്റെ ആദ്യ പോലീസ് സ്റ്റേഷൻ അപ്പോയിൻമെൻറ്റ് സെൻട്രൽ പ്രദേശിൻ്റെ തലസ്ഥാനം കമ്പോലയിലായിരുന്നു. കമ്പോല കഴിഞ്ഞ 10 വർഷമായി ഭരിക്കുന്നത് നവ്ഭാരത് സംരക്ഷക് പാർട്ടിയാണ്. അവരുടെ നേതാവും ചീഫ് മിനിസ്റ്ററുമായിരുന്നു ധരംവീർ ഭരദ്വാജ്. ആളുകൾ അയാളെ വിളിച്ചിരുന്നത് രാജ്ഗുരു എന്നാണ്. പണ്ട് ദേശസേനയുടെ പ്രവർത്തകനായിരുന്നു അയാൾ. പിന്നീട് അവരുടെ പൊളിറ്റിക്കൽ പാർട്ടിയായ NBSPയിൽ ചേർന്നു. പിന്നീട് ആ സംസ്ഥാനത്തിൻ്റെ ചീഫ് മിനിസ്റ്റർ. അങ്ങനെ ഒരു ഇലക്ഷൻ ടൈമിൽ ഞാനവിടെ എത്തി. വഴിയിലെ പല കടകളും അടച്ചിട്ടിരിക്കുന്നു. കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അന്ന് അവിടുത്തെ ഏറ്റവും വലിയ രഥയാത്ര നടക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് വൈഷ്ണവമായ മതത്തിലല്ലാത്തവരുടെ കടകൾ അന്ന് തുറക്കില്ലെന്ന് പറഞ്ഞു. ആദ്യ ദിവസം തന്നെ CPയുടെ സ്വഭാവം പിടികിട്ടി. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ഉറപ്പുവരുത്താനാണ് അങ്ങോട്ടേക്ക് പോസ്റ്റിംഗ് കിട്ടിയത്. എന്നാൽ അത് എളുപ്പത്തിൽ നടക്കില്ല എന്ന് സംശയം തോന്നിത്തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ CMൻ്റെ അനിയത്തിയുടെ മകൾ രേഖ ഭരദ്വാജും കൂട്ടുകാരൻ വിഷ്ണു ശർമ്മയും എന്നെ കാണാൻ വന്നു. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് കാണിച്ചു തന്നു. 7 മാസം മുമ്പേ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് ശേഷം 25 ലക്ഷം പേരെ കൂടുതലായി ഈ ചെറിയ സമയത്തിൽ ചേർത്തിരിക്കുന്നു. രേഖയ്ക്ക് രാജ്ഗുരുവിൻ്റെ നയങ്ങളിൽ വിശ്വാസമില്ലായിരുന്നു. ആ നാട്ടിൽ നല്ല രീതിയിൽ ഇപ്പോൾ ആൻറ്റി ഇൻകുംബൻസി നിലവിലുണ്ട്. അത് മനസ്സിലാക്കിയ രാജ്ഗുരു പല നയങ്ങളും എടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ഓഫീസറായതുകൊണ്ടാവണം ഡിഫൻസിലേക്ക് എന്നെ അയച്ചത്. ഞാൻ അടുത്തുള്ള പഞ്ചായത്തിലെ കണക്ക് മാത്രം എടുത്തു നോക്കാൻ തീരുമാനിച്ചു. ഈ കുട്ടികളും കൂടെ ഉണ്ടായിരുന്നു. 21,000 പേരെ അവിടുന്ന് മാത്രം ചേർത്തിരിക്കുന്നു. അതിൽ മരണപ്പെട്ടവരും വ്യാജ ID ഉള്ളവരും ഉണ്ടായിരുന്നു. ഞാൻ ഇലക്ഷൻ കമ്മീഷനിൽ റിപ്പോർട്ട് ചെയ്തു. സ്റ്റേറ്റ് ഹെഡ് ഉടൻ തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞു. രാജ്ഗുരു ഇതറിഞ്ഞു. എൻ്റെ നീക്കങ്ങൾ നോക്കാൻ അയാളുടെ ആളുകളെ എന്നെ ഫോളോ ചെയ്യാൻ പറഞ്ഞു വിട്ടു. ഒരു ദിവസം ഇത് കൈയോടെ തൂക്കി ഞാൻ നല്ല അടി കൊടുത്തു വിട്ടു. ഇതിനിടയിൽ സ്റ്റേറ്റ് ഇലക്ഷൻ ഹെഡ് എന്നെ വിളിച്ച് ആക്ഷൻ ഉടൻ എടുക്കുമെന്ന് പറഞ്ഞു. ഡോക്ടർ ചന്ദ്രനാഥ് ആയിരുന്നു സ്റ്റേറ്റ് ഇലക്ഷൻ ഹെഡ്. അങ്ങനെ ഒരു ദിവസം എന്നെ കാണാൻ ഒരാൾ വന്നു. സാക്ഷാൽ വ്ളാഡിമർ കാർലോസ്. 6 അടി പൊക്കവും ഉരുക്ക് ശരീരവുമുള്ളൊരാൾ. അത്യാവശ്യമായി കുറച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞു. വൈകിട്ട് അയാളുടെ ഹോട്ടൽ റൂമിൽ വരാൻ പറഞ്ഞു. വൈകിട്ട് ഞാൻ ചെന്നു. വ്ളാഡിമറിൻ്റെ കൂടെ ജെയിംസൺ ജോൺ സാറിനെയും അവിടെ കണ്ട് ഞാൻ ഞെട്ടി. എല്ലാവരോടും മുഖം രക്ഷിക്കുവാനും അതിർത്തിയിലെ ശത്രുക്കളെ വിശ്വസിപ്പിക്കാനുമാണ് ഗോൾഡൻ ഫിസ്റ്റ് പദ്ധതി സ്ക്രാപ്പ് ചെയ്തത് എന്ന് പറഞ്ഞു. പ്രോജക്റ്റ് ഇപ്പോഴും രഹസ്യമാണെന്നും ഞാനായിരിക്കണം അടുത്തതെന്നും പറഞ്ഞു. എനിക്കത് ശരിയായി തോന്നിയില്ല. റിച്ചാർഡിനെ തന്നെ നോക്കാൻ ഞാൻ പറഞ്ഞു. എന്നാൽ റിട്ടയർമെൻറ്റ് കൊടുത്ത ആൾക്ക് കൊടുക്കില്ലെന്നും ഞാനില്ലെങ്കിൽ അവർ മുമ്പോട്ട് പോകില്ലെന്നും പറഞ്ഞു. 10ാം വയസ്സിലുണ്ടായ ചൈൽഡ്ഹുഡ് ട്രോമ മുതൽ ഇതുവരെയുള്ളതെല്ലാം അവർ അനലൈസ് ചെയ്തു. അതൊക്കെ തരണം ചെയ്ത് സെൽഫ് കൺട്രോൾ കാണിച്ച ഒരാളെയാണ് അവർക്കാവശ്യമെന്നും വ്ളാഡിമർ പറഞ്ഞു. ഞാനൊന്നും മിണ്ടാതെ ബൈ പറഞ്ഞിറങ്ങി. ഇറങ്ങാൻ നേരം എൻ്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് ജെയിംസൺ സാർ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം പിള്ളേർ 2 പേരും വീണ്ടും കാണാൻ വന്നു. ഞാനല്ലാതെ എൻ്റെ കണക്ഷൻ വഴി എടുത്ത രേഖകൾ മാച്ചാക്കി നോക്കി. 9 കോടി വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടായിരുന്ന CPയിൽ 1 വർഷം കഴിഞ്ഞപ്പോൾ അത് 10 കോടി 20 ലക്ഷമായി. അതും കൂടുതൽ തെക്കേ സെൻട്രൽ പ്രദേശിലെ സ്വാധീനമില്ലാത്ത ഇടങ്ങളിൽ. ഞാൻ ഡയറക്റ്റ് പ്രൈം മിനിസ്റ്ററിനെ അറിയിക്കാനുള്ള വഴി നോക്കി. ജെയിംസൺ സാർ സഹായിച്ചു. ഡിഫൻസ് മിനിസ്റ്ററും. ഇലക്ഷൻ 1.5 മാസത്തേക്ക് വീണ്ടും നീട്ടി. രാജ്ഗുരു സംശയത്തിൻ്റെ നിഴലിലായി. രേഖ ഭരദ്വാജ് വീട് വിട്ടിറങ്ങി. അല്ലെങ്കിൽ ഇറങ്ങേണ്ടി വന്നു. ഇതിനിടയിൽ രേഖയും വിഷ്ണുവും എന്നെ ജെയിംസൺ സാർ പറഞ്ഞ കാര്യം ആലോചിക്കാൻ പറഞ്ഞു. കാര്യം എന്താണെന്ന് അവർക്കറിയില്ല. എന്തോ രഹസ്യമാണെന്നറിയാം. സാറിനെ എങ്ങനെ പരിചയമെന്ന് ചോദിച്ചപ്പോൾ മകൾ എമിലി ജെയിംസൺ വഴിയാണെന്ന് പറഞ്ഞു. കോളേജിൽ അവരുടെ സൂപ്പർ സീനിയർ ആയിരുന്നു എമിലി. പിന്നെ അവരെപ്പോലെ ജേർണലിസ്റ്റും. എനിക്കറിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ അറിയാം, കണ്ടിട്ടില്ലെന്ന് ഞാൻ മറുപടി പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം രാത്രി പെട്രോളിങ്ങിൽ നിന്ന പോലീസ് എന്നെ വിളിച്ചു. EVM മെഷീൻ ലോഡ് ചെയ്ത വണ്ടി പാസ് ചെയ്തു എന്ന് പറഞ്ഞു. അന്ന് മെഷീൻസ് ഒന്നും വരാനില്ല. ഞാൻ ട്രാക്ക് ചെയ്യാൻ പറഞ്ഞു. 15 മിനിറ്റ് കഴിഞ്ഞ് അത് കമ്പോലയിലെ NBSP പാർട്ടി ഓഫീസിലുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് സംശയം തോന്നി. ഞാൻ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. പാർട്ടി ഓഫീസിലേക്കെന്ന് കേട്ടപ്പോൾ കൂടെ ആരും വന്നില്ല. ഞാൻ ഒറ്റയ്ക്കിറങ്ങി. ഈ വിവരം വിഷ്ണു എങ്ങനെ അറിഞ്ഞിട്ടുണ്ട്? എന്നാൽ അന്നേരം അത് ഞാൻ അറിഞ്ഞില്ല. പാർട്ടി ഓഫീസിനകത്ത് കയറിയപ്പോൾ പാർട്ടിക്കാർ എന്നെ തടഞ്ഞു. വാറന്റ് എവിടെയെന്ന് ചോദിച്ചു.
ഞാൻ പോലീസല്ല, ഡിഫൻസ് ഓഫീസറാണ്, എനിക്ക് വാറന്റിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഫേക്ക് EVM മെഷീൻ, അതായിരിക്കും പരിപാടി. ഞാൻ അകത്ത് കയറി. ഡോക്ടർ ചന്ദ്രനാഥിനെ അകത്ത് കണ്ട് ഞാൻ ഞെട്ടി. രാജ്ഗുരു എൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. കൂടെ ഇൻഫർമേഷൻ വിളിച്ചു പറഞ്ഞ പോലീസും. എനിക്കുള്ള ട്രാപ്പാണെന്ന് മനസ്സിലായി. ഇതായിരിക്കും എത്താൻ പോകുന്ന മെഷീൻസ് എന്നും അടുത്ത 5 കൊല്ലത്തിൽ 20,000 കോടിയുടെ ബിസിനസ് ഡീലാണ് എനിക്കുള്ളതെന്നും രാജ്ഗുരു പറഞ്ഞു. ഞാനും അവരുമായി അടിയുണ്ടാവാൻ തുടങ്ങി. അവർ ആളുകൾ കൂടുതലായിരുന്നു. എന്നിട്ടും ഞാൻ പ്രതിരോധിച്ചു നിന്നു. അപ്പോഴേക്കും വിഷ്ണുവിൻ്റെ ശബ്ദം കേട്ട് ഞാൻ തിരിഞ്ഞു. അവൻ്റെ കഴുത്തിൽ ആരോ കത്തി വച്ചിരിക്കുന്നു. ഞാൻ അവിടെ നിന്നു. വേണ്ട, ഒന്നും ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞു. പെട്ടെന്ന് രാജ്ഗുരു ഒരു നീളൻ കത്തിയെടുത്ത് എൻ്റെ പിന്നിൽ കുത്തി. വേറെ ആരോ കഴുത്തിന് പുറകിൽ വെട്ടി. ഞാൻ നിലത്ത് വീണു. വിഷ്ണുവിൻ്റെ കഴുത്ത് അയാൾ അറുത്തു. അവൻ താഴെ വീണു. അവരെല്ലാം എന്നെ വീണ്ടും വെട്ടി. 17 തവണ വെട്ടിയെന്നാണ് ഞാൻ പിന്നീട് അറിഞ്ഞത്. എന്നിട്ട് എന്നെ കാമ്പി നദിയുടെ തീരത്ത് കൊണ്ടിട്ടു. വിഷ്ണു ഇതെല്ലാം മരിക്കുന്നതിന് മുമ്പേ അവൻ്റെ സ്പെക്സിലെ ക്യാമറയിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അവൻ പുറത്തെവിടെ നിന്നോ വരുത്തിച്ച കണ്ണാടിയാണത്. പിന്നെ എനിക്ക് ചെറിയ ബോധം വന്നപ്പോൾ ഞാൻ കണ്ടത് വ്ളാഡിമറിൻ്റെ മുഖമാണ്. ഡോണ്ട് വെറി അർണോ, ഫൈറ്റ് ഇറ്റ് എന്ന് പറയുന്നത് ഓർമ്മയുണ്ട്. ഷബാന ആൻഡ് വ്ളാഡിമറിൻ്റെ ലബോറട്ടറി ബിൽഡിംഗ്. ബാക്കി അവർ എന്നോട് പറഞ്ഞു തന്നത് ഇങ്ങനെയാണ്. ജെയിംസ് സാർ വന്നിരുന്നു. എൻ്റെ ദേഹത്ത് സിറം ഇഞ്ചക്റ്റ് ചെയ്യാനുള്ള രീതിക്ക് സിറിഞ്ച് ഘടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ജീവിക്കുമോ എന്ന സംശയം ജെയിംസൺ സാർ ചോദിച്ചു. വ്ളാഡിമർ പറഞ്ഞു, അതിനുള്ള അവസാന വഴിയാണിതെന്ന്. അവർ സിറം ദേഹത്ത് കയറ്റി. എൻ്റെ പൾസ് ഡ്രോപ്പായി. ഞാൻ പിടഞ്ഞു. കൈകൾ ചൂടെടുക്കാൻ തുടങ്ങി. പതിയെ ECG ഫ്ലാറ്റ് ലൈനായി. ജെയിംസൺ സാർ ഞാൻ മരിച്ചു അന്നേരം എന്ന് തോന്നിയെന്ന് പറഞ്ഞു. മരിച്ചതുപോലെ തന്നെ. പിന്നീട് നടന്നത് അവർക്കും വിശ്വസിക്കാനായില്ലെന്ന് പറഞ്ഞു. ഗ്ലാസിൻ്റെ അപ്പുറത്ത് ഒരു വവ്വാലിനെ കണ്ടു. അത് പിന്നീട് 2 10 100 അതൊരു മനുഷ്യ ശരീരം പോലെ കൂട്ടത്തോടെ നിന്നു. ഇതിനു മുമ്പേ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ജെയിംസൺ സാർ ചോദിച്ചു. ഷബാന ഇല്ലെന്ന് പറഞ്ഞു. വ്ളാഡിമറിൻ്റെ കണ്ണുകൾ തിളങ്ങാൻ തുടങ്ങി. യുദ്ധം ജയിച്ച പോലെ അയാൾ അവരോട് പറഞ്ഞു, ഫൈനലി ദേ ഫൗണ്ട് ദെയർ ചാമ്പ്യൻ. മനുഷ്യനായി ഞാൻ മരിച്ച് മറ്റൊന്നായി ഞാൻ ഉയർത്തെഴുന്നേറ്റു. ഒരാഴ്ചയ്ക്ക് ശേഷം ഞാനൊരു ഹോസ്പിറ്റൽ റൂമിലാണ് എഴുന്നേൽക്കുന്നത്. ഒരു നേഴ്സ് വാതിൽ തുറന്ന് തിരിച്ചോടി ഷബാനയെ വിളിച്ചുകൊണ്ടുവന്നു. ഭയങ്കരമായ ഒച്ച ചെവിയിൽ മുഴുവൻ. എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ആൾക്കാർ നടക്കുന്നത്, അവരുടെ ഹാർട്ട് ബീറ്റ്, കുട്ടികളുടെ കരച്ചിൽ എല്ലാം കേൾക്കാമായിരുന്നു. ഐ ക്യാൻ ഈവൻ കൗണ്ട് ഇറ്റ്. മൊത്തം 1098 ഹാർട്ട് ബീറ്റ്സ്. ചെവിയിൽ കൈവച്ചിരിക്കുന്നത് കണ്ട് ഷബാന പറഞ്ഞു, അത് ഇഗ്നോർ ചെയ്താൽ പോകുമെന്ന്. എനിക്കത് പറ്റിയില്ല. ഷബാന മറ്റെന്തോ മരുന്ന് തന്നു. മൈഗ്രെയിൻ പോലെ തോന്നിയത് മാറി. ദേഹത്തിലെ മുറിവുകളെല്ലാം ഉണങ്ങിയിരിക്കുന്നു. ഇങ്ങനെ ഒരു അപകടം പറ്റിയതാണെന്ന് പറയില്ല. ഞാൻ വീണ്ടും മയങ്ങി. രാത്രി വീണ്ടും എഴുന്നേറ്റു. അപ്പോൾ മുന്നിൽ ഷബാനയെ കൂടാതെ വ്ളാഡിമറും ജെയിംസൺ സാറും ഉണ്ടായിരുന്നു. അവർ എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ജീവൻ രക്ഷിക്കാൻ സിറം ഉപയോഗിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞു. എൻ്റെ ഗോൾഡൻ ഫിസ്റ്റിനെയും എക്കോ ലൊക്കേഷനെയും കുറിച്ച് വ്ളാഡിമർ പറഞ്ഞു തന്നു. അതേസമയം സാധാരണ മനുഷ്യരെ പോലെ കാര്യങ്ങൾ കേൾക്കാനും സാധിക്കുമെന്ന് പറഞ്ഞു. പിന്നീട് എൻ്റെ കൺസേൺ രാജ്ഗുരുവിലേക്കായി. ജെയിംസൺ സാറിനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. EVM മെഷീൻ റിഗ് ചെയ്യാൻ പറ്റില്ലെന്നും ചിലപ്പോൾ അയാൾ ഒറിജിനൽ വച്ച് വോട്ടേഴ്സ് രേഖകളും മെഷീനും റീപ്ലേസ് ചെയ്യുമെന്നും ആ കണക്കാകാം ചന്ദ്രനാഥ് കാണിക്കാൻ പോകുന്നതെന്നും പറഞ്ഞു. നാളെയാണ് ഇലക്ഷൻ. പ്രൈം മിനിസ്റ്റർ ഇന്ത്യയിലില്ല. സ്വാഡിലെയും ചീഫ് ഇലക്ഷൻ കമ്മീഷനിലെയും ആളുകളെ വിവരമറിയിച്ചു. രാവിലെ ഇലക്ഷൻ പഴയതുപോലെ നടന്നു. പോലീസ് യൂണിഫോമിൽ സ്വാഡിലെയും മറ്റ് ഡിഫൻസ് ഓഫീസറിനെയും നിർത്തി. കൂട്ടത്തിൽ രാജ്ഗുരുവിൻ്റെ പോലീസും. സംശയം ഉണ്ടാകാതിരിക്കാൻ 250 അസംബ്ലി സെൻറ്ററിലും ആളുകളെ നിർത്തി. മാക്സിമം ബൂത്തിൽ ഞങ്ങളുടെ ആൾക്കാരെ അണ്ടർ കവറിൽ നിർത്തി. രാത്രിയിലായിരുന്നു രാജ്ഗുരുവിൻ്റെ പദ്ധതി. അസംബ്ലി സെൻറ്ററിൽ റീപ്ലേസ് ചെയ്യാൻ 161 ഇടങ്ങളിൽ ഞങ്ങളുടെ ടീം കൈയോടെ പൊക്കി. ഇഷ്യൂ നാഷണൽ ലെവലിലറിഞ്ഞു. സെൻട്രൽ മിനിസ്റ്റേഴ്സ് എല്ലാം ഇടപെട്ടു. രാജ്ഗുരു ഒളിവിലായി. മ്യാൻമാറിലെ റങ്കൂണിലേക്ക് കടക്കാനായിരുന്നു പിന്നീട് രാജ്ഗുരുവിൻ്റെ പദ്ധതി. അയാൾ അന്നേ സ്റ്റേറ്റ് കടന്നിരുന്നു.
വിശാഖ് പോർട്ടിൽ നിന്നും കപ്പൽ വഴി കടക്കും എന്നാണ് ഇൻഫർമേഷൻ കിട്ടിയത്. ഞാൻ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. രാത്രി 2 മണിയോടെ രാജ്ഗുരുവിനെ മാറ്റാനുള്ള പദ്ധതി തുടങ്ങി. ഞാനും കുറച്ച് പോലീസ് ഓഫീസേഴ്സും പദ്ധതി തടഞ്ഞു. എന്നെ വീണ്ടും കണ്ട് രാജ്ഗുരുവും ചന്ദ്രനാഥും ബാക്കി ആൾക്കാരും ഞെട്ടി. അവർ ഞങ്ങളെ അറ്റാക്ക് ചെയ്തു. ഇത്തവണ വേഗത്തിൽ കാര്യങ്ങൾ ഞങ്ങൾ ഒതുക്കി. അയാളുടെ ആൾക്കാരെ എല്ലാവരെയും ബോധം കെടുത്തി. ബാക്കി പോലീസുകാർ കൂടിയെത്തി. രാജ്ഗുരുവിനെയും ചന്ദ്രനാഥിനെയും ഞാൻ അറസ്റ്റ് ചെയ്തു. അയാളുടെ ഹൃദയമിടിക്കുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു. തോൽവിയുടെ ഹൃദയമിടിപ്പ് വ്യത്യസ്തമാണ്. ഒടുവിൽ സുപ്രീം കോർട്ട് അയാളെ ഇരട്ട ജീവപര്യന്തത്തിന് ശിക്ഷിച്ചു. കോടതി അന്ന് പറഞ്ഞത് ഈ ശിക്ഷ രാജ്യത്തിലെ ജനങ്ങളുടെ ശബ്ദമടപ്പിക്കാൻ നോക്കിയതിനാണെന്നാണ്. പിന്നീടാണ് ഞാൻ നൊട്ടോറിയസ് 20 തീർക്കുന്നത്. അവിടുന്ന് അഖിലേന്ദ്ര ഗുമസ്ത. ഇതിനൊക്കെ ഇടയിൽ അവർ, അതെ, ബ്രാത്വ.